രാജുവേട്ടനേക്കാൾ മികച്ച നടൻ ഇന്ദ്രേട്ടനാണ്. CM-ന്റെ അപ്പോയിൻമെന്റ് എടുത്ത് ഞാൻ പോയി കണ്ടു, എല്ലാം കേട്ടു. ഒരു 10 മിനിറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. 3-ാം ദിവസം കളക്ടർ വരുന്നു, ഒരു 4-5 വണ്ടികൾ വരുന്നു. നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് നുണയല്ല എന്നുള്ളത്. ഓൾറെഡി ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഇവർ തമ്മിൽ ഈ ദിലീപേട്ടനും രാജുവേട്ടനും തമ്മിൽ എന്തോ ഒരു ചെറിയ എന്നോട് പറഞ്ഞത് എന്താണ് ഇപ്പോൾ ഇത് പറഞ്ഞ ഉടനെ അതിനകത്ത് ദിലീപിനെതിരായിട്ടാണ് ഇതൊക്കെ. ഇതാരാ അപ്പം ഇതിന്റെ പിന്നിലൊക്കെ ആൾക്കാരില്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദിലീപിനില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഒരിക്കലും ഈ കുട്ടിക്ക് ഈ സംഭവം നടന്നില്ല എന്ന് പറയാൻ എന്നെ കിട്ടത്തില്ല. സംഭവം അതിഭീകരമായി നടന്നു. പിന്നെ തീർച്ചയായും ഒരു സംശയം വേണ്ട. അയ്യോ എൻ്റെ ഈശ്വര. അല്ല, അതുപോലെ തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മലയാളികളുടെയും വലിയൊരു ഡൗട്ടാണ്, എല്ലാ മാധ്യമപ്രവർത്തനം വലിയ ഡൗട്ടാണ്. 28 പേര് അവർ പറഞ്ഞ മൊഴികൾ മാറ്റി എന്നുള്ളത്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ മൊഴി മാറ്റി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ചേച്ചി BJP ഇഷ്ടപ്പെടുന്നുണ്ടോ? അതോ ഈ RSS എന്ന് പറയുന്ന സംഘടനയുടെ ചരിത്രം ശരിക്കും വായിച്ച് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് വെറും വർഗീയവാദിയാവാൻ പറ്റില്ല. പക്ഷെ RSSന്റെ വിചാരധാര പറയുന്നത് ശരിയല്ല. വിചാരധാര വിചാരിക്കേണ്ട രീതി വിചാരിച്ചാൽ മതി. വിചാരധാരയിലാണ് പറയുന്നത് ഏറ്റവും വലിയ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അങ്ങനെ പച്ചയ്ക്ക് പറയുന്നില്ല, പച്ചയ്ക്ക് പറയുന്നുണ്ട് അതിൻ്റെ. ഞാൻ BJP വിരുദ്ധയല്ല. അല്ല, സംഘികൾ പറയുന്നത് ഞാൻ ഭയങ്കര എതിരാണ്. ഞാനും എൻ്റെ മക്കളൊക്കെ വിവരമില്ല. ഞാൻ BJP എതിരാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. 8 വർഷത്തിന് മുമ്പ് ആരാ ഇവിടെ ഭരിച്ചത്? 50 വർഷം കോൺഗ്രസ് ആണ് ഭരിച്ചത്. എന്നിട്ട് അത് വരെ കൊണ്ടുവരാൻ സാധിക്കാത്ത മതം 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 അല്ല, അവർ പറഞ്ഞിട്ടില്ല. അവർ മതം 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 എന്നല്ല പറഞ്ഞു, വികസനം വികസനം അതാണ് വ്യത്യാസം. വികസനോ അതൊന്നും പറഞ്ഞത് വികസനമൊക്കെ ഒരു പരിധിവരെയൊക്കെ കൊണ്ടുപോയി ഇന്ദിരാഗാന്ധി ഉള്ള കാലത്തൊക്കെ നടന്നിട്ടുണ്ടില്ലെന്നല്ല. അപ്പോൾ അമ്മേ, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നിടയ്ക്കാണ് നമ്മളിങ്ങനെ വ്യതിചലിച്ച് വേറെ ഇതിലേക്ക്. ആര് വ്യതിചലിക്കുന്നത്? നല്ല തീവ്രത നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എവിടെയാണ് സാർ ഉറച്ചു നിൽക്കുന്നത് എനിക്കറിയാം. അല്ല, എങ്കിലും എന്താ ചോദ്യങ്ങളുടെ ശരങ്ങൾ അമ്പുകളായിട്ട് തറച്ചിട്ടില്ലല്ലോ. ആ പ്രായമൊക്കെ അമ്പിനൊക്കെ എടുത്ത് പിടിച്ചു കളയും. അപ്പോ എന്താ നമ്മുടെ ദിലീപേട്ടനും രാജുവേട്ടനും നമ്മുടെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്താ അമ്മ സ്വാഭാവികമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. 2004 ആ സമയത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ മുദ്രാവാക്യം വിളിച്ചതിൽ ഒരാളായിരുന്നു ദിലീപേട്ടൻ. അതിനുശേഷം ദിലീപേട്ടൻ്റെ രീതിയിൽ വളർന്നു, രാജുവേട്ടൻ്റെ രീതിയിലും വളർന്നു. ദിലീപേട്ടൻ മാത്രമല്ല, 2 പേരുണ്ടായിരുന്നു. ഉണ്ട്, അത് പറഞ്ഞിരുന്നല്ലോ. കുറെ പെണ്ണുങ്ങൾ ഇരുന്നുകൊണ്ട് അതേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം 2 പേരും വളർന്നു. 2 പേരും തമ്മിലൊരു കമ്പാരിസൺ ആയി. ആരായിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ? മമ്മൂട്ടിക്ക് മോഹൻലാലിന് ശേഷം. കാര്യം ഏജ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു രാജുവേട്ടന് 44-45 വയസ്സം കണ്ടുള്ളൂ. 55-56 വയസ്സുണ്ട്. 57 വയസ്സിന്റെ അടുത്തുണ്ട് നമ്മുടെ ദിലീപേട്ടന്. അപ്പൊ എങ്കിലും അവർ തമ്മിലൊരു കമ്പാരിസൺ ആയി തുടങ്ങി. ഇനി അടുത്തത് ഇവരായിരിക്കും ഭരിക്കുന്നത് എന്നുള്ള കമ്പാരിസൺ ആയി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മൊയ്തീൻ എന്നും നിന്റെ മൊയ്തീൻ സിനിമ ഇറങ്ങുകയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായപ്പോൾ കൃത്യമായിട്ട് ദിലീപേട്ടൻ കാഞ്ചനമാലയുടെ അടുത്ത് പോവുകയും സപ്പോർട്ട് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് സംഭവിച്ചതെന്ന് ഞാനിപ്പോ അവരുടെ കൂടെ പോയില്ല. കാഞ്ചനമാല പൃഥ്വിരാജ് മഹാമോശം ഒന്നുമില്ല, നല്ല ഏറ്റവും പിന്നെ ദിലീപേട്ടൻ പോയത് അവിടെ എന്ത് പറഞ്ഞത് നമ്മൾ അന്വേഷിക്കുന്നത് എന്തിനാ? അതിനുശേഷവും ഞങ്ങൾക്കറിയാം, കാണുന്നുണ്ട്, അവരുമായിട്ട് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അമ്മേ, അതായത് ഓൾറെഡി ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഇവർ തമ്മിൽ ഈ ദിലീപേട്ടനും രാജുവേട്ടനും തമ്മിൽ എന്തോ ഒരു ചെറിയ എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞത് എന്താണ് ഇപ്പൊ എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നറിയോ, ഏതാണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയല്ലോ. ഇത് മറ്റേ ദിലീപിന്റെ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ പോലീസ് കേസോ ഇവിടെ വന്നപ്പോഴത്തേക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഞാനത് പല ആവർത്തി ഞാൻ ആ വീഡിയോ കണ്ടതാ. രാജു അതിനകത്ത് കേറിയിട്ട് ഇറങ്ങി വന്നിട്ടല്ല പറയുന്നത്. കേറാൻ നേരത്തെ എല്ലാവരും കൂടെ പിടിച്ചു നിർത്തി മീഡിയക്കാര്. ശക്തമായ നിലപാടെടുത്ത. അതായത് അല്ല, അവൻ പറഞ്ഞെന്താ? അവൻ പറഞ്ഞു, എന്നെ ഒരു മീറ്റിംഗിൽ വിളിച്ചിട്ടുണ്ട്, ഇവിടെ മമ്മൂക്കയുടെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്.
ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായ അഭിപ്രായം പറയും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി എഗൻസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായമാണെങ്കിൽ അയ്യോ ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് ഞാൻ പറയാം. പക്ഷെ അങ്ങനെ എനിക്ക് പറയേണ്ട ഒരു അവസരം വന്നാൽ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളോട് പറയാം. ഇത് പറഞ്ഞ ഉടനെ അതിനകത്ത് ദിലീപിനെതിരായിട്ടാണ് ഇതൊക്കെ, ഇത് ആരാ ഇതിന്റെ പിന്നിലൊക്കെ ആൾക്കാരില്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദിലീപിനില്ലേ? ഇന്നേ വരെ രാജു എവിടെങ്കിലും പരസ്യമായിട്ട് ദിലീപാണ് തെറ്റുകാരെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഫസ്റ്റ് ഏറ്റവും ആദ്യം ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 2 കൊല്ലം മുമ്പ് ഈ സംഭവം നടന്ന സമയത്ത്. അന്നും ഞാൻ പറഞ്ഞെന്താ, ഒരു സംഭവം നടന്നു എന്നുള്ളത് സത്യമാണ്. കാരണം അതിന് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ പൂർണ്ണ അടക്കമുള്ള പല ആൾക്കാർ സുഹൃത്താണ്. അപ്പൊ അവരെയൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ഇത് ആരാ ചെയ്ത്, എന്താണ് ഈ ചെയ്തതെന്ന് പറയുന്നവർക്കുള്ള ദേഷ്യം ഈ കുട്ടിയോട്? അപ്പോൾ അവർ പറയുന്നത് കൊട്ടേഷനാണ്. ശരി, കൊട്ടേഷൻ ആണെങ്കിൽ ആരുടെ കൊട്ടേഷൻ? അപ്പോൾ ആ വണ്ടി, ഈ വണ്ടി, മറ്റേ വണ്ടി, ഇങ്ങനെ വണ്ടികളുടെ കഥ. മുമ്പേ ഈ വണ്ടി പോയി, പറയാം ആ വണ്ടി വന്ന് നടുക്ക് പോയ വണ്ടി, ഇങ്ങനെ ഇതിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ ഈ ബഹുമാനപ്പെട്ട ഇവിടുത്തെ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥിതിയെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ സ്വന്തക്കാരൊക്കെ വക്കീലന്മാരും ജഡ്ജിമാരും അവരൊക്കെ ഇരുന്നിട്ട് റിട്ടയർ ചെയ്ത് പോയവരുണ്ട്, ഇരിക്കുന്നവരുണ്ട്, ഒരുപാട് അറിയപ്പെടുന്ന പ്രഗത്ഭരായ വക്കീലന്മാരുണ്ട്. എനിക്ക് വലിയ വിശ്വാസമാണ്. കാരണം എല്ലാം പരിശോധിച്ച് തെളിവുകളുണ്ടെങ്കിൽ അത് വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ്. പിന്നെ ഇപ്പം കിടന്നുകൊണ്ട് അപ്പം ഞാൻ പറയുന്നത്, ഒരിക്കലും ഈ കുട്ടിക്ക് ഈ സംഭവം നടന്നില്ല എന്ന് പറയാൻ എന്നെ കിട്ടത്തില്ല. സംഭവം അതിഭീകരമായി നടന്നു. പിന്നെ തീർച്ചയായും ഒരു സംശയം വേണ്ട. അയ്യോ എൻ്റെ ഈശ്വര, ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു അസാമാന്യമായ മനക്കരുത്താണോ അതോ ഒരു പക അങ്ങോട്ട് വന്നത് കൊണ്ടാണോ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്നോ അതെനിക്കറിയില്ല കേട്ടോ. ഓരോ സ്ത്രീകൾക്കും ഓരോ നടന്നു എന്നുള്ള സംഭവമാണ്. പിന്നെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാര് നടത്തി? അനാവശ്യമായിട്ട് ഇവരുടെ പേരുകളൊക്കെ വലിച്ചഴച്ച് അവിടെ കൊണ്ടുവന്നെങ്കിൽ, നടൻ്റെ, നിർമ്മാതാവിൻ്റെ, അവരുടെ ഇവരുടെ കൊണ്ടുവന്നെങ്കിൽ അവരൊക്കെ കൊണ്ട് ഉത്സാഹിച്ചിറങ്ങാത്തത് ശരിയായ ആളെ കണ്ടുപിടിക്കാൻ. അതിന് മാത്രം ആരെങ്കിലും എനിക്കൊരു ഉത്തരം പറഞ്ഞാൽ മതി. ഇവരൊന്നും അല്ല ചെയ്തത്, ശരി. അപ്പൊ എന്തിനാ ഇവരുടെയൊക്കെ പേര് വലിച്ചഴിച്ചിട്ട് ഇവർക്കൊക്കെ ശിക്ഷയും ജയിൽവാസവും ഒക്കെ വന്നു? അപ്പൊ അവരല്ലേ മുൻകൈ? അപ്പൊ എന്നെ ഒരു കാര്യമില്ലാതെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് ചെല്ലിട്ട് ഞാൻ ഇങ്ങോട്ടിറങ്ങി കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ഞാൻ ഇറങ്ങും. അത് ചെയ്യണം. അങ്ങനെ ഒരു ചീത്തപ്പേര് ഇത്ര പ്രഗത്ഭരായവർക്ക് വാങ്ങിച്ചു കൊടുക്കാവോ? ആര് കൊടുത്ത കൊട്ടേഷൻ? അതാണല്ലോ എനിക്കൊരു വിഷമം. കാരണം അതൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമം ഉണ്ടാവാതെ വരുമ്പോൾ സാധാരണക്കാരുടെ ഒരു സംശയം വരും, ഇതെല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോയി അല്ലേ, ഇപ്പം അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നോ ഈ പിടിച്ചതും കൊണ്ടുപോയതും ജയിലിൽ കിടത്തിയത് എന്നൊക്കെ തോന്നുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ കുറിച്ച് ഇനി കൂടുതൽ അറിയാൻ ഉള്ള താല്പര്യം കൊണ്ടോ ഒന്നും അറിയില്ല. എനിക്കതേ ഉള്ളൂ. പിന്നെ ഈ കേരളത്തിലെ വലിയ വലിയ വക്കീലന്മാരുടെ അസോസിയേഷനോടും ഈ പറയുന്ന ജഡ്ജിമാരോടൊക്കെ എനിക്ക് ഒരു താണു വീണ ഒരു അപേക്ഷയുണ്ട്. ഇവർക്കൊക്കെ എന്നെ വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷേ ജുഡീഷ്യറിയെ പറയുന്നത് പറയാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിന് അർഹതയുള്ള ഒരു കസേരയുടെ പുറത്താണ് അവരൊക്കെ ഇരിക്കുന്നത്. 71 വയസ്സായ എന്നെ ചീത്ത വിളിക്കുന്നതിന് ഇവിടുത്തെ വക്കീലന്മാർ എന്തെങ്കിലും ഒരു വ്യവസ്ഥിതി കൊണ്ടുവന്നിട്ടുണ്ടോ? അതാ ഞാൻ മുഖ്യമന്ത്രിയുടെ അടക്കം പറയുന്നത്. ഈ വക്കീലന്മാർ പറയണം, ഇങ്ങനൊരു സംഭവത്തിനെ കുറിച്ച് ഒരക്ഷരം കണ്ടിട്ടില്ല, അറിയാൻ വയ്യാത്ത ഒരാളിന് ഞാൻ നാളെ കൊണ്ട് ഡിഫമേഷൻ കേസ് കൊടുക്കാതെ വെച്ചോളൂ. എത്ര നാൾ നമ്മൾ അതിന്റെ പുറകെ നടക്കണം? അതിനും കൂടെ ഒക്കെ ഒരു വ്യവസ്ഥ കൊടുത്താലും അതിന് അവര് വലുതാവുന്ന അല്ലാതെ നമുക്ക്. പക്ഷെ അറിയാം ഇതെല്ലാം കള്ളമാണ് പറയുന്നത് അറിയാമെങ്കിലും വീഡിയോ ചേച്ചി അവന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് തള്ളു. അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈശ്വര, നമുക്ക് ഇത്രയും നല്ല ഒരു ജുഡീഷ്യറി ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിനകത്ത് നിരപരാധികളാണെന്ന് കോടതി പറഞ്ഞവർ ഉത്സാഹിച്ച് എന്നാ പിന്നെവന്മാരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നീയൊക്കെ ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് അവർക്ക് ചോദിക്കരുത്? എന്താ ചോദിക്കാത്തത്? അല്ല, അതുപോലെ തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മലയാളികളുടെയും വലിയൊരു ഡൗട്ടാണ്, എല്ലാ മാധ്യമപ്രവർത്തനം വലിയ ഡൗട്ടാണ്. 28 പേര് അവർ പറഞ്ഞ മൊഴികൾ മാറ്റി എന്നുള്ളത്. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഈ മൊഴി മാറ്റി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണല്ലോ. അതായത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സിദ്ദീഖ് എന്തിനാണ് മൊഴി മാറ്റിയത്? പാമ എന്തിനാണ് മൊഴി മാറ്റിയത്? ഇന്നപോലെ മഴവിൽ മനോരമയുടെ ഫ്ലോറിൽ വെച്ച് ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവുകയും രണ്ടുപേരെയും പിടിച്ചു മാറ്റി. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് എങ്ങനെയാണ് ദിലീപേട്ടന്റെ ഫോൺ ഓഫായി പോയത്? ദിലീപേട്ടൻ കുറ്റക്കാരാണെന്നും സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല, നമ്മൾ ആരും പറയുന്നില്ല. നീതിന്യായ വ്യവസ്ഥ കുറ്റക്കാരല്ല എന്ന് പറയുകയും ചെയ്തു.
ചെയ്തു. എന്നിരുന്നാൽ പോലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു സംശയത്തിന്റെ ധ്വനികളാണ് നമ്മളോട് പറയുന്നത്. കോടതിയും കൂടെ അതിനെ ഉത്സാഹിക്കണം. അവരല്ല, അവർക്ക് തെളിവില്ല, ഞങ്ങൾ ഇത് കണ്ടുപിടിക്കണം. ഒരു പ്രത്യേക കമ്മീഷനെ വെക്കിട്ട് സർക്കാർ അപ്പീൽ വന്നു, അത് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ നാളെ എങ്ങനെയാണ് ഓരോരുത്തർ ഓരോ ചോദിക്കുന്നത്, ഈ കുട്ടി എന്തിനു പോയി? ഞാൻ ചോദിക്കട്ടെ, എന്നെ പതിവായിട്ട് ഡബ്ബിങ്ങിന് വിളിക്കാൻ വരുന്ന ഒരു വണ്ടി, ഒരു ഡ്രൈവർ എല്ലാം ഉണ്ടെന്ന് വെച്ചപ്പോ നമുക്ക് വണ്ടികളോട് പോന്നു. ഒരു വന്ന് എന്താ മോനെ, അമ്മ അതാ ഇവിടെയാണ് ഡബ്ബിങ് കൊണ്ടില്ല. നമ്മൾ ഉടനെ അതിന്റെ മുമ്പിലും ബിമ്പിലും ഓരോ വണ്ടി വരുമെന്നും ഇടയ്ക്ക് ഈ വണ്ടി എന്നൊക്കെ ചിന്തിക്കുവോ? ഇതെന്തോ ഈ പറഞ്ഞേ, അതും ഹൈവേ കൂടെ പോകുന്ന ഒരു വണ്ടി, കാട്ടിനകത്തോടൊന്നും അല്ലല്ലോ പോയത്. ചേടാ എന്ത്, അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു വിഷമം. എന്നാ പിന്നെ വെറുതെ ഈ ആരോപണം കേട്ടവരെല്ലാരും കൂടെ ഒറ്റ കെട്ടായിട്ട് നിന്ന് പിന്നെ എന്തിനാണ് സംഘടന? എനിക്കതാ പറയാത്തത്. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഇപ്പോൾ ഒരു നിസാര കാര്യം, ഇടയ്ക്കൊരു തീരുമാനം എടുത്തു, ഇങ്ങനെ പടങ്ങൾ ഇറക്കത്തില്ല, ആഴ്ചയിൽ 2 പടം. ഞാൻ പറയാമല്ലോ, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ആരോട് വേണം ചോദിച്ചു നോക്കിയാട്ടെ. ഇപ്പോൾ സുരേഷ് കുമാറിന് അറിയാം, ലിസ്റ്റിന് അറിയാം, അങ്ങനെയുണ്ട്. നല്ല തീരുമാനമായിരുന്നു അത്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എറണാകുളം വരെ കാറി പോകുമ്പോൾ ഒരു 5-8-10 പേര്, ഇതെന്തുവാ അത് പടം, അയ്യോ അതെവിടെ, ഏത് തിയേറ്റർ, അല്ല അത് OTT ആണെന്ന് തോന്നുന്നു, ഒരു ഷോയോ പറ്റുള്ളൂ. ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരിക, ഇത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ ഒരു പടം കളിക്കുന്നു എന്നുള്ളത്. അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രൊഡ്യൂസർമാർ കണ്ടു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ സമയത്ത് ഇനി മുതൽ പടത്തിന്റെ കണക്കുകളോ ഒന്നും ഞങ്ങൾ ഇടത്തില്ല. ഇപ്പൊ അതാണ്ട് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി, കഴിഞ്ഞ പ്രാവശ്യം ഇത്ര പടം ഓടി, ഇത്ര രൂപ, 500 കോടി നഷ്ടം, 300 കോടി നഷ്ടം. പിന്നെ അത് തന്നെയല്ലേ നടക്കുന്നത്. അപ്പൊ എല്ലാരും പറയുമെങ്കിലും അതിൽ നിന്നൊക്കെ ചെയ്തു പോർന്ന് അത് വരുമ്പോഴാണ് നമുക്കൊരു വിശ്വാസ്യത നഷ്ടപ്പെടും. ആരെ വിശ്വസിക്കണം ഈ ഭൂമിയിൽ എന്നുള്ളതിനെ കുറിച്ച്. പിന്നെ അവർക്കൊക്കെ കൂടെ നിൽക്കാൻ ആൾക്കാർ കാണും, അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള സഹായം എല്ലാവർക്കും ഉണ്ടാവാം. ഒന്നുമില്ലെങ്കിൽ ഇപ്പം ചിലർക്ക് കാണും, അയ്യോ നാളെ സിനിമയിൽ നിന്ന് പിടിച്ച് പുറത്താക്കുമോ. വേറെ ചിലർക്ക്, അയ്യോ എനിക്ക് ചെയ്ത സാമ്പത്തിക സഹായം മറക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ കുറച്ച് പേർക്ക് പടം തീരാൻ നിവൃത്തിയില്ലാതെ കിടന്നപ്പോൾ അദ്ദേഹമാണല്ലോ പൈസ തന്നെ പടം തീർത്തത്. ഇങ്ങനെ പലതും ഉണ്ട് മോനെ. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് സിനിമയിലുള്ളവർക്കും അറിയാം. പിന്നെ അതൊക്കെ അങ്ങോട്ട് സമ്മതിക്കാനൊരിച്ചിരി മടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് പേരെ ശത്രുപക്ഷത്തും കുറെ പേരെ മിത്രപക്ഷത്തും നിർത്തിയിട്ടുണ്ട്. അവരങ്ങോട്ട് ഇത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ ഉടനെ മുഖ്യമന്ത്രിയെ കുറ്റം, കുടുംബത്തിനെ കുറ്റം, മറ്റേ മന്ത്രിയെ കുറ്റം, അവരെ കുറ്റം, ഇവരെ കുറ്റം. ഇത് തന്നെയല്ലേ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. നിന്നെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് നീ നിന്റെ കുടുംബവും മോശം, അവരെ എനിക്കിഷ്ടമാണ്, അവരിതല്ല. ഇതെല്ലാം ലോകത്ത് നടക്കുന്നതേ ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞല്ലോ, എന്തും ആദ്യം വർഗീയവാദ. എനിക്ക് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു അബദ്ധങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. പലരും ഈ വലിയ സന്യാസി ജീവിതത്തിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ശുദ്ധ അബദ്ധങ്ങളാണ്. അങ്ങനെയാണ് ഈ ഒരുപാട് പേർക്ക് ചീത്തപ്പേര് വന്നത്. ഇവരൊക്കെ ഒന്നും മിണ്ടാതിരിക്കുക, ഭരിക്കുന്നവർ ഭരിക്കട്ടെ, ഭരിച്ചു കഴിഞ്ഞാൽ അവരുടെ കാലാവധി തീരുമ്പോൾ സാറേ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് എന്ത് എന്ന് ചോദിക്കാൻ ഒരു വലിയ സമൂഹം ഇവിടെ തയ്യാറെടുത്ത് നിന്നാൽ മതി. തീർച്ചയായും അതിനുള്ള ചാൻസ് കൊടുക്കാതിരിക്കുക. അത് അങ്ങനെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് അവന് ആരെ ചെന്ന് കാണണമെന്ന് അറിഞ്ഞുകൂടാ, അല്ലേ, ആരോടെ പറയണമെന്ന് അറിഞ്ഞുകൂടാ. പറഞ്ഞാൽ അവർ കയറ്റത്തില്ല, ഇപ്പം കയറാൻ പറ്റത്തില്ലെന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു രക്ഷയില്ല. ചേച്ചി നമുക്ക് ആരോട് പറയണമെന്ന് അറിഞ്ഞൂടെ. ഞാൻ അദ്ദേഹത്തിന് CM പല പ്രാവശ്യവും CM-ആയിട്ട് വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഇന്നലെ കുറച്ച് പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞു കേട്ടോ. അയ്യോ എനിക്കും അദ്ദേഹത്തോട് പറയാം, നിങ്ങളൊന്ന് പറയാം എന്നൊക്കെ പറയാന്നല്ലാതെ എനിക്ക് ചെന്ന് സാറേ എന്നെ ഇന്നലെ വന്ന് 4 പേര് കണ്ടായിരുന്നു കേട്ടോ, കാട്ടാക്കടയിൽ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ പറയാൻ പറ്റും. ഇത് കളിതമാശോ, ഇത് കാണുമ്പോൾ ഇങ്ങനെ കൊച്ചു വർത്താനം പറയാനായിട്ട്. അപ്പം അതല്ല ഞാൻ പറഞ്ഞത്. അതിനൊരു സെറ്റപ്പ് പാർട്ടികൾ ഉണ്ടാക്കുക, അവരുടെ അണികളെ വെച്ച് ഇന്ന ഏരിയ തിരിച്ച് പോവുക. ഈ കയറുന്നിടത്തെല്ലാം കയറി അടിയും പിടിയും ഉണ്ടാക്കി ഞാൻ DYFI, നീ KSU, മറ്റേത് ABVP എന്നും പറഞ്ഞ് നടക്കാതെ അതേ ഗ്രൂപ്പുകളെ കൊണ്ട് തന്നെ നിങ്ങൾ അക്രമം കുറച്ചിട്ട് ആൾക്കാരുടെ ക്ഷേമങ്ങൾ എന്തൊക്കെ നടപ്പാക്കിയതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ, അതിനൊരു സിസ്റ്റം എന്താ ഇവിടെ വരാത്തേ? ശരിയാണ്, ചോദ്യമാണ്. അപ്പം അതുപോലെ തന്നെ അമ്മേ, ഇപ്പോൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഏകദേശം എനിക്ക് സംസാരിച്ച് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം നമുക്ക് ഒരു വിഷയം കൂടി സംസാരിച്ചിട്ട് നമുക്ക് ചെറിയൊരു സെഗ്മെന്റ് കൊണ്ട് അവസാനിപ്പിക്കാം. മടുത്തിരിക്കണോ? അപ്പോ എന്താ, ഒരുപാട് കാലമായിട്ട് ചോദിക്കും. ഞാനാണ് ഇന്റർവ്യൂ കൊടുക്കുന്നേ ഇല്ല തീരുമാനിച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടേത് ഇന്റർവ്യൂ തന്നവർ ഇന്നാരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ശരി പറഞ്ഞങ്ങനെ. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. അതിന് ചേച്ചിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം? അങ്ങനത്തെ അഭിപ്രായം, അപ്പൊ അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസമോ പേടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ഇന്നിപ്പോ
വിടരുത്, അതേ ഉള്ളൂ. മാറ്റി പറയാൻ വലിയ. അപ്പൊ അവർ പറയും ഇത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ അല്ലാതെ സ്ഥിരമായിട്ട് ഓണക്കാലത്ത് വരുമ്പോ ആദ്യം ഈ പെൺകുട്ടികൾ ചോദിച്ചത്, ആന്റിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ഓണം ഏതാ? ശരി, 2005 ഇത് പറഞ്ഞു. 2025 ആയപ്പോഴും ഏറ്റവും മറക്കാൻ പറ്റാത്ത ഓണം ഏതാന്ന് ഞാൻ പറഞ്ഞു. ആണ്ടോടാണ്ട് മാറുമോ? മറക്കാൻ പറ്റാത്ത ഓണവും തന്നെ ഉള്ളൂ. ഇത്രയും കാലം ജീവിച്ചതേ ഉള്ളെങ്കിൽ അത് തന്നെ പറയും നമ്മളെല്ലാവരോടും. അപ്പൊ പിള്ളേർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെ പറയാന്ന് പറഞ്ഞാൽ പിന്നെ കള്ളം പറയണം, ഉണ്ടാക്കി പറയണം. ഇതാണ് മറക്കാൻ പറ്റാത്തത്. അത് എനിക്ക് പറ്റത്തില്ല. അപ്പം ഇപ്പോഴത്തെ അതുപോലെ തന്നെ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കുന്ന ഒരു പ്രശ്നമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം. ചേച്ചി എന്തായാലും അമ്മ എന്തായാലും കൃത്യമായിട്ട് അത് കണ്ടുപോകുന്ന ആളായിരിക്കും. ഒരു ജാഗ്രത കുറവ് അദ്ദേഹത്തിന് ഉണ്ടായെന്ന് കരുതുന്നുണ്ടോ? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായിട്ടൊന്നും കുറ്റം പറയത്തില്ല. അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, ശരി, ഒരു ചെറുപ്പക്കാരൻ ആരൊക്കെയോ കുറച്ച് പെണ്ണുങ്ങൾ വിളിച്ചു, വേണ്ടാതിനം പറഞ്ഞോ വേണമെന്നത് പറഞ്ഞോ അറിയത്തില്ല. അതിനകത്ത് എനിക്ക് ഈ അമ്മയിലെ തന്നെ ചില താരങ്ങൾ പറഞ്ഞതിനോട് യോജിപ്പുണ്ട്. മോനെ, നമുക്കിഷ്ടമല്ലാതെ ഒരാളും വേണ്ടാതിനം സംസാരിക്കത്തില്ല. എന്ത് ചെയ്താലും കുറ്റം ആണുങ്ങൾക്കാണ്. ഇപ്പൊ പറഞ്ഞാൽ പറയാം വലിയ ചേച്ചി സ്ത്രീ വിദ്വേഷം എന്ന് പറയും. അല്ല, ഇവര് ഈ സംഭവങ്ങൾ കഴിഞ്ഞിട്ടും ഈ പറയുന്ന പെൺപിള്ളേരൊക്കെ എന്തായി കാണിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പറയുന്ന വർത്തമാനങ്ങൾക്ക് ഒരു സ്ത്രീയാണ് ഞാൻ, ആ ഒരു ഇതിൽ വേണം സംസാരിക്കാൻ. ഉപയോഗിക്കുന്ന ഭാഷ ഒരു നാണവും മാനവും ഇല്ലാതെ വേണ്ടാതിനങ്ങൾ മുഴുവൻ വിളിച്ചു പോവുക. എന്നിട്ട് 15 വർഷം മുമ്പുള്ള ഞാൻ ചോദിക്കുന്നത്, ഫസ്റ്റ് ഡേ ഒരുത്തൻ വന്ന് കയറി ആള് ശരിയല്ല അടോ എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറയാൻ ആരെ പേടിക്കണം നമ്മൾ? ഇപ്പൊ ഇവിടെ വന്നു, മോനെ ഇവര് 2-3 പേരുണ്ട്, നിങ്ങളുടെ പരിപാടി എനിക്ക് താല്പര്യമില്ല കേട്ടോ, ഇന്റർവ്യൂ പിന്നെ ഒരു ദിവസം എടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലുവോ? അപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു പിടിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യമില്ലാതെ ഞാൻ പ്രതിപക്ഷ നേതാവ് തൊട്ടയൽവാസിയാന്ന് പറയുന്നു. ഞാൻ വിചാരിച്ചു അയ്യോ ഇനി അദ്ദേഹത്തെ അപ്പൊ എന്ത് പറയുന്ന പോലെ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ ആരെക്കുറിച്ച് എന്തെല്ലാം കേൾക്കുന്നു ഇത് മുഴുവൻ ചോദിക്കാൻ നടക്കുക. ഓരോ പെൺപിള്ളേർ ഓരോ കഥ. അപ്പം ഞാൻ നാണമുണ്ടോ കുഞ്ഞേ? നീയൊക്കെ എന്തിനാ ഈ 1 കൊല്ലം മുമ്പ് പോയി കണ്ടിട്ട് ഈ 1 കൊല്ലം ഇത് വെച്ചോണ്ട്? തെറ്റതാണ്. ഫസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം ഇയാളുടെ സംസാരമോ ഇയാളുടെ ഉദ്ദേശമോ മേലാൽ എന്റെ നമ്പർ വിളിച്ചാൽ ഞാനിത് പത്രത്തിൽ കൊടുക്കുമല്ല ചാനലിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോലെ തെറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ചിരി വന്നത്. ഈശ്വര, എനിക്ക് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ടീച്ചർ ശൈലജ ടീച്ചറൊക്കെ കൂടെ ഒരു പരിപാടിയിൽ സ്ത്രീകളുടെ സംരക്ഷകയായിട്ട് ഒരാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ഞാൻ ചീപ്പ ചെന്നോട്ടാ ഈ സ്ത്രീകളുടെ സംരക്ഷകയായത് എനിക്ക് മനസ്സിലായില്ല. അതും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ഒരു MLA വിളിച്ചൊരു ഫംഗ്ഷൻ നടത്തുന്നതാണ്. ഇവർക്കൊക്കെയാണോ എക്സ്പോഷർ കൊടുക്കേണ്ടത്? എത്രയോ പേര് കിടക്കുന്ന സ്ത്രീകളെ നല്ല വയസ്സായ ആൾക്കാർ വിളിച്ചാൽ 10 പേര് നാമം ചൊല്ലിയാലും നല്ലതല്ലേ? അപ്പൊ അതല്ല, നിങ്ങൾ എല്ലാ പെൺപിള്ളേരോടും എനിക്ക് പറയാനുള്ളതാണ്. പറയണമെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം പറയണം. ആ ഡേ 1 പറഞ്ഞിട്ട് അന്ന് കട്ട് ചെയ്ത് വെളിവിടുന്നത്. ഈ 1 വർഷവും 2 വർഷമൊക്കെ കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഇലക്ഷൻ വരാറായപ്പോൾ ഒരു കഥ. അപ്പോൾ ഇപ്പോൾ എന്നോട് ചുമ്മാ ഇവളൊക്കെ കൊള്ളാം, ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചു കാണും. ഇത് ഒന്നും വാങ്ങിച്ചു കാണത്തില്ലായിരിക്കും ആ കുട്ടി. പക്ഷെ ജനത്തിൻ്റെ ധാരണ അങ്ങനെയാ, എന്തോ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പം തന്നെ ഒരു നിസ്സാര കാര്യമാണെങ്കിൽ പോലും എന്തെല്ലാം പറയുന്നു, താരങ്ങൾ കാശ് കൊടുത്ത് ഇങ്ങനെ പറയിപ്പിക്കും, നിങ്ങൾക്കെതിരെ പറയിപ്പിക്കാനായിട്ട് പ്രത്യേക PR വർക്കുണ്ട്, കാശ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇതൊക്കെ ആദ്യം കേൾക്കുന്ന പുതിയ കഥകളാണ് ഇതെല്ലാം. PR വർക്കും കാശ് കൊടുക്കലും. എൻ്റെ പൊന്നെ, എന്താണോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്ന ചേച്ചി, നമ്മുടെ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് കുറ്റക്കാരൻ എന്ന രീതിയിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. മറ്റൊരാൾക്കും എതിരെ വരാത്തത്ര അലിഗേഷൻസും അത്രത്തോളം. രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുറച്ച് ആളൊരു ഇച്ചിരി എടുക്കാനാ പെട്ടെന്ന് അങ്ങനെ. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെറുപ്പക്കാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഷാഫി പറമ്പിൽ. അത് വേറെ ഒന്നും ചോദിച്ചാൽ പറയാം, ഷാഫി പറമ്പിൽ എന്തോന്നു ആടുജീവിതം നല്ല സിനിമ അല്ല, ആടുജീവിതം നല്ലതാണെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന നിലപാടിന്റെ ഒരു കാര്യമുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായ ഭാഷയിൽ ഏത് ചാനലിലും പറയുക. അത് നമ്മുടെ അഭിപ്രായം, അതായത് ചാനലിന്റെ അഭിപ്രായം. അത് പറയാൻ ഗട്സ് വേണം. അല്ലാതെ ചുമ്മാ ഒച്ച എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാണെന്ന് അങ്ങ് സ്ഥാപിച്ചെടുക്കുകയല്ല. ഞാൻ 100% രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയത്തില്ല. കുറ്റം ഈക്വലി റെസ്പോൺസിബിൾ ആണ് ആണും പെണ്ണും.
ആണും പെണ്ണും അല്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഈ അധികാര സ്ഥാനത്ത് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ ഉന്നത തലത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, MLA പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ജാഗ്രത കാണിക്കണമായിരുന്നു അല്ലേ? ഞാനും അതേ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ തന്നെ. അദ്ദേഹത്തിന് പറ്റിയ അവസ്ഥ അദ്ദേഹത്തിന്റെ സ്ഥാനം മറന്നിട്ട് ഈ കുട്ടി അവിടെയാണ് പണി കിട്ടിയത്. അത് അതിന് ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ നല്ല രീതിയിലുള്ള ജാഗ്രതക്കുറവ് വന്നു പോയി. അത് പ്രത്യേകിച്ച് ഓരോന്നിനോട് രണ്ട് പ്രാവശ്യം സംസാരിക്കും പറഞ്ഞൂടെ മോനെ ഇതൊക്കെ അല്ല ഞാൻ പറഞ്ഞ ഏത് കുട്ടിയായാലും ഞാനാണേ പോലും ഈ തള്ള ശരിയല്ലോ എന്ന് തോന്നിയാലേ തളെ പണിയെ പോകാം ഇത് പറയണതിൻ്റെതൊക്കെ പറയണം. എന്തിനാണ് നമ്മൾ ഇവരെ എൻകറേജ് ചെയ്യാണ്ടിരിക്കുന്നത്? അതൊന്ന്. പിന്നെ ഈ പറയുന്നവരെല്ലാം സീതാദേവിമാരെല്ലാം എല്ലാവരും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഉപയോഗിക്കുന്ന ഭാഷ, ആ കുട്ടി മൈക്കിലൂടെ പറയുന്ന പറച്ചിലുകൾ, ഇതൊക്കെ എന്താണ്? ഒരു പറയുമ്പോഴുള്ള ആക്ഷൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തെങ്കിലും സഹതാപം ആ കുട്ടികളൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ? അത് ഒരാളിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് ഒരു 3-4 പേരുടെ ഈ ക്യാമറയും കൊണ്ട് പുറകെ നടക്കുമ്പോൾ പറയുന്ന ഉത്തരങ്ങൾ കേട്ടാൽ ഇവരൊക്കെ ഒരു സ്ത്രീകൾക്കൊരു അപമാനമാണ് ഇങ്ങനത്തെ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ പറയരുത്, അതൊക്കെ പറഞ്ഞോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന ഒരു വിഭാഗക്കാർ തമ്മിൽ പറയട്ടെ. പക്ഷേ പൊതുജനം കേൾക്കാൻ ഒരു 5 മൈക്കിൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പം ആ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ഒരു മാന്യത വേണം. ഇനി എന്നെ എന്ത് ചീത്ത വിളിച്ചാലും ശരി, എനിക്കൊരു പരിധിക്കപ്പുറം വൃത്തികെട്ട വാക്കുകൾ വെച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ശീലിച്ചിട്ടില്ല. അതൊന്ന് പഠിച്ചാൽ കൊള്ളാം. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഇനി ഇവർ പറയുന്നതിനകത്ത് കള്ളം ഉണ്ടെങ്കിൽ പോലും അവരോടൊരു സഹതാപം തോന്നി. ഇതിൽ ഇവർ വർത്താനം പറഞ്ഞു കേട്ടാ ഇവൾ ഇതല്ല ഇത് അപ്പുറം അനുഭവിക്കണം എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു നിന്ദയാണ് എല്ലാവരോടും വർത്തമാനത്തിൽ. ഒരു സ്ത്രീക്ക് ഒരു ഭൂഷണമല്ല അങ്ങനത്തെ ഒരു നിന്ദയും ഒരു പരിഹസിക്കലും ഒക്കെ. അതല്ല, പെണ്ണായിട്ട് നിൽക്കുക, അതാണ് നല്ലത്. അതാണ് കൃത്യമായ നിലപാട്. സത്യം പറഞ്ഞാൽ പുരുഷ കമ്മീഷനൊക്കെ വേണ്ട സമയമായല്ലേ? അതെ അല്ലേ? ഈ വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ ഒരു പുരുഷ, കാരണം ഏതൊരു പുരുഷനെതിരെ ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഈസി ആയിട്ട് ഒരു അലിഗേഷൻ ഫയൽ ചെയ്യാനും സിമ്പിളായിട്ട് സത്യം പറയാം. ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞത്, എനിക്ക് സഖാവ് പിണറായി വീണ്ടും വന്നാലും സന്തോഷമുള്ളൂ. പക്ഷെ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കണം. കുറേ പേരുണ്ട്, ശമ്പളവും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം പോകാനൊക്കെ വാഹനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ പെട്രോൾ അടിക്കാൻ കാശ് തരണം. ഞാൻ പോയി കണ്ടുപിടിച്ചു കൊടുക്കാം ഈ ദ്രോഹിക്കുന്നവരൊക്കെ ആരാണ് വേണം. എന്തിനാണത്? ഞാൻ പറഞ്ഞ കേട്ടെ, ഇത് ആര് ഭരിച്ചാലാണ്? ഇതേ ഭരിക്കുന്നവരെല്ലാം ഒന്നിച്ച് ഇഫ്താറിന് കൂടാറില്ലേ? ഓണസദ്യക്ക് കൂടാറില്ലേ? ക്രിസ്മസിന് ആഘോഷിക്കാറില്ലേ? എന്താ അത്? മര്യാദയുടെ പുറത്ത് മുഖ്യമന്ത്രി വിളിക്കുന്നു. ഇനി എന്തെല്ലാം രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് വരാറുണ്ടല്ലോ എല്ലാ സദ്യക്കും. തീർച്ചയായിട്ടും ഞാൻ വരത്തില്ല, ഞാൻ കയറത്തില്ല, അങ്ങനെ പറയരുത്. അത് ചീപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി മേയറെ അനുമോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുമ്പിൽ മേയറോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ ഈ ചുമ്മാ പൃഥ്വിരാജിന്റെ കാര്യമൊക്കെ പറയുന്നു. ഒരു കാര്യം 3 വർഷം പറഞ്ഞിട്ട് ചെയ്തെന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആരും എടുത്ത് നേരിട്ട്, അത് ശരിയായില്ല കേട്ടോ, ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞല്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അല്ല അത് ഫണ്ട്, ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ കോടികളുടെ ഫണ്ടൊന്നും ലാഭപ്പാടെ 10-65-75 ലക്ഷം രൂപ അനുവദിച്ചാൽ ആ കനാൽ ശരിയാവും. അതെല്ലാം പിന്നീട് എന്തെങ്കിലുമൊക്കെ നടന്നതൊക്കെ ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ ചെന്നുണ്ട്. ഞാൻ മാത്രമല്ല സാറേ, ഈ 40 വീടുകളുണ്ട് അവിടെ, എല്ലാം ഡോക്ടർമാരും എഞ്ചിനീയർമാരും നല്ല കൊള്ളാന്ന്. ഇപ്പം അവർക്ക് എന്തായി? അവർക്ക് മുമ്പ് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായി. ഇപ്പോൾ അവർ അയ്യോ ഇപ്പോഴെങ്കിലും ഒന്ന് ശരിയായല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഈ മന്ത്രി സഭ വന്നപ്പോൾ തന്നത് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരല്ലെങ്കിൽ പോലും മനസ്സിലൊരു ചെറിയ അനുഭവം തോന്നുന്നു. എത്ര കൊല്ലം നമ്മൾ കയറി ഇറങ്ങി ഇപ്പോഴാണ് നടന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ, ഈശ്വടാ എൻ്റെ പാർട്ടി അത് പറഞ്ഞവരോട് പോലും ഞാൻ പോയി പറഞ്ഞിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാതൊക്കെ അങ്ങനത്തെ ചില കാര്യങ്ങൾ പറയേണ്ട രീതിക്ക് പറയേണ്ട സമയത്ത് അത് അവതരിപ്പിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ അവളെ 4 തെറിയും വിളിച്ച് വെച്ച് ഇങ്ങനെ പണ്ടേ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അണികളോട് പറയാനുള്ളത്, അവർ വഴിതെറ്റിക്കരുത് നേതാക്കന്മാർ. അവരെല്ലാവരും മിടുക്കന്മാരാണ്. ഈ നേതാക്കന്മാർ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഇതിനകത്ത്? അച്യുതമേനോൻ സാറ്, വാസുദേവൻ സാറ്, സഖാവ് EMS അവിടെ തുടങ്ങി KR ഗൗരിയമ്മ, ഇവരൊക്കെ നല്ല ഭരണകർത്താക്കളല്ലേ? ഞാൻ ഗൗരിയമ്മയുടെ വീട്ടിലൊക്കെ ആ പിറന്നാളിൻ്റെയൊക്കെ ഒരു 3 ദിവസം മുമ്പ് പോയി ഞാൻ സംസാരിച്ചു. ഗൗരിയമ്മയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴല്ലോ എൻ്റെ ഫോട്ടോ വരെ ഇരിപ്പുണ്ട്. ഈ വയസ്സ് കാലത്ത് ഈ അമ്മ എന്തെല്ലാം പറയുന്നു എന്ന് എനിക്ക് തോന്നും, സത്യം പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരോടും എനിക്കുള്ള ഒരു എളിയ അപേക്ഷ, ഞാനൊക്കെ വയസ്സായി, ഇനി ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, 70-71 വയസ്സാവാൻ പോകുന്നു. പക്ഷേ അതല്ല, ഒരു വലിയ യുവതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. എല്ലാവരും സംഘിയും കമ്മിയും കുങ്കിയും എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടാനും വഴക്കുണ്ടാക്കാനും നടക്കുന്നവരൊന്നും അല്ല സാർ. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ല പിള്ളേരെയൊക്കെ വെച്ചിട്ട് എല്ലാ പാർട്ടിക്കാരും ഓരോ പ്രദേശത്തെ
ആവശ്യങ്ങൾ, സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ, കുടിവെള്ളമില്ലേ അതെത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഡ്രെയിനേജ് ഇല്ലേ അതിനുള്ള സംവിധാനം, ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ പാർട്ടിക്കാരും അതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളെയൊക്കെ മരണം വരെ അവരൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കും. അത്രയും. അല്ല, അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കൂട്ടുവയ്ക്കാൻ ഈ യുവാക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി. അപ്പൊ തിരുവനന്തപുരത്തിന്റെ മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ. ഇച്ചിരി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒന്ന് അതിൻ്റെ അത് പിന്നെ എൻ്റെ കാര്യമുണ്ട്. എൻ്റെ വീട്ടിലെ ഈ വെള്ളം കയറാതെ നേരത്തെ പരിഹരിക്കാൻ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. പിന്നെ അതെനിക്ക് ആര്യോട് വലിയ സങ്കടം തോന്നി. ഇത്രയും സ്മാർട്ടായിട്ടൊക്കെ നടന്ന ഒരാള് ആ ബസ്സിന്റെ ഇത് കാര്യമില്ലേ, അതെനിക്ക് അവര് ചെയ്ത്. പക്ഷെ മേയറാണ് അവര്. മുമ്പിൽ പോകുന്ന വണ്ടി ഒന്ന് പിടിച്ച് നിർത്തിയിരുന്നൊരു പോലീസുകാരനോട് വിളിച്ച് പറഞ്ഞാൽ പോരെ, ഇവരെന്തിനാ വണ്ടി കൊണ്ട് നിർത്തുന്നത്? ഞങ്ങളുടെ മുമ്പിൽ ഇത്ര നമ്പർ വണ്ടി തമ്പാനൂരോട്ട് പോകുന്നുണ്ട്, അടുത്ത സ്റ്റേഷനിൽ വിളിച്ച് അതൊന്ന് സൈഡ് ഒതുക്കി ഇടാൻ പറ എന്ന് പറഞ്ഞ അധികാരം കാണിക്കേണ്ട കുട്ടിയല്ലേ. അതിന് പകരം ഉണ്ടായി രണ്ടുപേരും കൂടെ വണ്ടി കൊണ്ട് കുറുകയിട്ട് ആണ് അവൻ്റെ ജോലിയിൽ പോയി. കിട്ടിയോ അയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല? അയ്യോ കഷ്ടം. എൻ്റെ പൊന്നെ സാറേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ. ഒരു കുടുംബം അത് തന്നെ. അത് ആര്യ ക്ഷമിക്കും. ആര്യയോട് പറഞ്ഞാൽ എന്തിനാണ് ഈ ശാപം? ആര്യയുടെ തിരുവനന്തപുരം നഗരസഭയിലെ മേയറായിട്ടുള്ള പ്രവർത്തനം മോശമായി പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മേയറുടെ പ്രവൃത്തികളെല്ലാം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടൊരു 2-3 കൊല്ലം പറഞ്ഞിട്ട് വലിയ അനക്കം ഉണ്ടായില്ല. ഞാൻ നേരിട്ട് പറഞ്ഞിട്ട്. അതേസമയം പുള്ളിക്കാരത്തി രാജുവിന്റെ പരിപാടികളൊക്കെ വളരെ സജീവമായിട്ടും പിടിക്കായിട്ടും ഒക്കെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നല്ല ആളാണല്ലോ അതോ, പിന്നെ ചേച്ചി അതിന്റെ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടി പോയി. അങ്ങനെ നിവൃത്തിയില്ലാതെ ഞാനൊരിക്കലും ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, ദൈവത്തെ വിചാരിച്ച് ഞങ്ങളെയൊക്കെ രക്ഷിക്കണം, കൊറോണ വരുമ്പോൾ ഇറങ്ങരുതെന്ന് പറയുകയും, പക്ഷെ 5:15 അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു, വലിയ ചേച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ, വെള്ളം വരുന്നു, ഇറങ്ങി വരുന്നുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ CMന്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ പോയി കണ്ടു. എല്ലാം കേട്ടു ഒരു 10 മിനിറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. 3-ാം ദിവസം കളക്ടർ വരുന്നു, ഒരു 4-5 വണ്ടികൾ വരുന്നു. നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് നുണയല്ല എന്നുള്ളത്. ഉടനെ ആ കനാലിൽ കിടന്ന വർഷങ്ങളായിട്ട് കിടക്കുന്ന ചവറും കെട്ടിടം പണിഞ്ഞ കട്ടയും കോലും കുന്തവും എല്ലാം കൂടെ വലിച്ചു വാരി അത് വീതി കൂട്ടി വെള്ളം ശരിക്കും പോകാൻ തുടങ്ങി. അത് ആറിലോട്ട് അങ്ങ് പോകുന്നുണ്ട്. ഞങ്ങളുടെ ഒന്നും ഒരിടത്ത് കയറുന്നില്ല. പിന്നെ വല്ല റോഡിൽ, അതൊക്കെ എല്ലാ റോഡുകളിലും കുറച്ച് വെള്ളം മഴ പെയ്യുമ്പോൾ കാണും. അത്രയേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടുത്തെ ഈ BJPയുടെ വളർച്ച എങ്ങനെയാണ് ചേച്ചി നോക്കിയാണ്? അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ. അല്ല, BJP വളരാതിരിക്കില്ല. എന്തായാലും BJPക്ക് അതിൻ്റെതായ ഒരു വളർച്ചയുണ്ട്. ചേച്ചി BJP ഇഷ്ടപ്പെടുന്നുണ്ടോ? അതോ BJP മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന്. പക്ഷേ ഇപ്പോഴത്തെ നേതൃത്വത്തിനോട് എനിക്ക് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. കാരണം വേറൊന്നും കൊണ്ടില്ല, അദ്ദേഹത്തിനോട് എല്ലാവരും ഇങ്ങനെയൊക്കെ എതിർപ്പൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും ഐ തിങ്ക് ഹീ ക്യാൻ ഡു വണ്ടേഴ്സ്. കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് ഒരുപാട് പ്ലാനും പദ്ധതിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇതിനു മുമ്പ് ഇരുന്നവരോട് നമ്മളൊക്കെ വല്ലതും പറയുമ്പോഴത്തേക്കും എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. BJP എല്ലാം എനിക്ക് സുരേന്ദ്രനായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. സുരേന്ദ്രനായിട്ട് 1-2 പ്രാവശ്യമൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. മിസ്റ്റർ അറിയാം, തീർച്ചയായിട്ടും ഇനിയുണ്ട്. പിന്നെ അതിനു മുമ്പേ PP മൂന്നേട്ടന്, മാരാർ സാറ്, രാജഗോപാൽ സാറ്, രാമപിള്ള സാറ്, ഇവരൊക്കെ നല്ല അടുപ്പമാണ്. എല്ലാവരെയും എനിക്കറിയാം. അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു പക്ഷേ അതിനകത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നത് മാരാർ സാറും മൂന്നേട്ടനും ഒക്കെ. മൂന്നേട്ടനൊക്കെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ ഇപ്പൊ ഓഫീസിൽ ഇട്ടിരിക്കുന്നത്. ഞാൻ PP മൂന്നേട്ടൻ്റെ വീട്ടിൽ ഈ ശൈലേശ്വരി ക്ഷേത്രത്തിലൊക്കെ പോയപ്പോൾ അവിടെ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പറയും, എല്ലാവരും ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ എനിക്ക് പറയും ഇവരൊക്കെ എന്ത് ഭംഗിയായിട്ട് ചരിത്രം പഠിച്ചിട്ട് പറയുന്നവരാണ്. ഈവൻ ഞാൻ പറയാണ് മോനെ, ഇപ്പോൾ ഈ RSS എന്ന് പറയുന്ന സംഘടനയുടെ ചരിത്രം ശരിക്കും വായിച്ച് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് വെറും വർഗീയവാദിയാവാൻ പറ്റില്ല. അത് ഞാനൊരു കൊച്ചുകുട്ടിയായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. പക്ഷെ RSSന്റെ വിചാരധാര പറയുന്നത് ശരിയല്ല. അത് ഇപ്പോഴത്തെ അതല്ലേ പറഞ്ഞു. വിചാരധാര വിചാരിക്കേണ്ട രീതി വിചാരിച്ചാൽ മതി. അല്ല, വേറെ വഴിക്ക് വിചാരധാരയിലാണ് പറയുന്നത് ഏറ്റവും വലിയ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അങ്ങനെ പച്ചയ്ക്ക് പറയുന്നില്ല. പച്ചയ്ക്ക് പറയുന്നുണ്ട്. അതിന്റെ ഗോൾവാർക്കർ രാഷ്ട്രമാണ് എന്നുള്ളതിൽ അവർ അത് ഊന്നുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ഹിന്ദുത്വ രാഷ്ട്രമാണ് ഇവിടെ. സത്യമാണ്, ഹിന്ദുക്കൾ കൂടുതലുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെ അടിച്ചമർത്താൻ വരുന്നവരെ എതിർക്കണം എന്നുള്ളതാണ് അവരുടെ. ഒന്നുമല്ല, ബ്രിട്ടീഷുകാരുടെ നിങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത്. നിങ്ങൾ അതിന് പോലെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും കമ്മ്യൂണിസ്റ്റുകളും യുദ്ധം ചെയ്ത് അവരെ ഒഴിവാക്കൂ ഈ രാജ്യത്ത് നിന്ന് പ്രഖ്യാപിച്ചതിന്റെ എവിടെയാണ്? അതേ
മോഹൻ ഭാഗവത് ആണോ ഇപ്പൊ പറഞ്ഞത് ഇവിടെ ജാതിയുടെ പേരും പറഞ്ഞ് കുറച്ച് കളി കൂടുതലാന്ന് ഈയിടെ പ്രസംഗം കേട്ടോ? ഈ മോഹൻ ഭാഗവത് എന്നെ നിയന്ത്രിക്കുന്ന സംഘടനകളാണ് ക്രിസ്മസിന് ഈ സംഘടന തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന. അതായത് അതാ നേരത്തെ പറഞ്ഞ ഇരട്ടത്താപ്പ്, ഒന്ന് പറയുക വാഗൊണ്ട് ചെയ്ത്ത് വേറൊന്നും. ഞാൻ എല്ലാവർക്കും ഇരട്ടത്താപ്പാന്ന് അല്ല, ഒറ്റ കാര്യം കൂട്ടിച്ചേർക്കാമല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനാ. ഇതുകൊണ്ട് ബിജെപിയുടെ കൂടെ ഞാൻ ഒരു പാർട്ടിയുടെ കൂടെ അല്ല എങ്കിൽ പോലും ചേച്ചി അതിനകത്ത് അനുകൂല സംസാരം ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ച് ഇപ്പൊ നിസാരം ആരുമല്ലാത്ത നമ്മൾ പറയുന്നത് വളച്ചൊടിച്ച് ഒരു വരി എടുത്ത് ഇപ്പൊ നിങ്ങളൊരു ഇന്റർവ്യൂ എടുത്തു. ഇപ്പോഴത്തെ പുതിയ ഭാഷ എന്നറിയോ, പോഡ്കാസ്റ്റ് എന്നും പറഞ്ഞെടുത്തു. ഇതിന്റെ ഒരു വരി എടുത്തിട്ട് കുറെ പേരുണ്ട് ഇവിടെ, ABCD അവരുടെയൊക്കെ ന്യൂസ് അവറിലെ ചർച്ച ആ വാചകം. ആര് കൊടുത്തു അവർക്ക് ഇന്റർവ്യൂ? ഇനി ഞാൻ കേസ് കൊടുക്കും, ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അതാണ്. ഒരു ഇന്റർവ്യൂവിന് വന്നാൽ ഇത് വേറെ എവിടെങ്കിലും ഇതിന്റെ കണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി എടുത്തിട്ടാല് ഞാൻ എന്റേതായ എതിർപ്പ് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ അത് രക്ഷയില്ല. കാരണം നമ്മൾ അവരോട് പറയാത്തൊരു കാര്യം എടുത്തു വെച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് ആരെ അവകാശം കൊടുക്കുന്നത്? തെറ്റല്ലേ? അപ്പൊ അവർക്ക് എന്താ മാറ്റർ ഇല്ലേ, കണ്ടന്റ് ഇല്ലേ, അവർക്ക് സബ്ജക്റ്റ് ഇല്ലേ? അല്ല, എന്നാൽ ആരൊക്കെയോ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നവര് പറയട്ടെ, അവർക്ക് അതേ ഉള്ളു പറയാൻ. വേറെ എന്ത് വിഷയം പറയും? ഈ ഒരു വിഷയമല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ കഥകളല്ലാതെ വേറൊന്നും പറയാൻ അവർക്ക് അറിയത്തില്ല. ഇന്ത്യയുടെ ചരിത്രം പഠിക്കട്ടെ അവർ, എന്നിട്ട് സംസാരിക്കട്ടെ. അപ്പൊ എല്ലാ വലിയ മന്നന്മാരും ഗുരുനാഥന്മാരുമാണെന്ന് സ്വയം പറഞ്ഞിട്ട് ഇതിപ്പോ സിനിമ ഇറങ്ങി വന്നപ്പം ഈ പടം നല്ല പടം അല്ലേ, എല്ലാവരും പറഞ്ഞു നന്നായി പറഞ്ഞു. തുടരുമൊക്കെ സിനിമ എന്ന് പറഞ്ഞ പോലെ ഒരു തന്നെ അവിടെ നിന്ന് പറയുന്നിട്ട് മലയാള മനോരമയിൽ വർക്ക് ചെയ്ത ഒരു മഹാൻ വന്നിരുന്ന ഒരു ചർച്ച കണ്ട് ഞാൻ. കഷ്ടം സാറേ, ഇപ്പൊ ഒരു പടം വന്നിരിക്കുന്ന അതെങ്ങനെ ഇങ്ങനെ, വിലായൽ ബുദ്ധയെ കുറിച്ചാണ് ചർച്ച. അതങ്ങ് വിട്ടു, എമ്പുരാനി തുടങ്ങി. പുള്ളി ഒരു മണിക്കൂർ ഇന്റർവ്യൂല് 45 മിനിറ്റ് എമ്പുരാനി. എനിക്ക് അതാണ് ഇപ്പോഴും മനസ്സിലാക്കി, ഇവരെന്താ ചോദ്യത്തിന്റെ ഉത്തരം ഇറങ്ങുന്നില്ല, ഇറങ്ങത്തില്ല. അത്രേ ഉള്ളൂ. പക്ഷേ അവരുടെ അത് പറഞ്ഞുകൊണ്ടുള്ളതാൽ കൂടുതൽ വെളിനാളുകളിൽ അംഗീകാരം കിട്ടും. അല്ല ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചേച്ചി അപ്പോഴും നമ്മൾ വ്യതിചലിച്ചു പോയി. എന്തായിരുന്നു ചേച്ചി BJP വിരുദ്ധപരമായി? ഞാൻ BJP വിരുദ്ധയല്ല. അല്ല, സംഖ്യകൾ പറയുന്നത് ഞാൻ ഭയങ്കര എതിരാണ്. ഞാനും എന്റെ മക്കളൊക്കെ വിവരമില്ലായ്മ. ഞാൻ BJP എതിരാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. വർഗീയതക്കെതിരാണ്. അല്ല, അങ്ങനെ ഹിന്ദു മുസ്ലിം അടിക്കെതിരാണ്, വർഗീയതക്കെതിരാണ്. ഹിന്ദു മുസ്ലിങ്ങൾ മാത്രമല്ല, ബാക്കി ഞാൻ പറയട്ടെ ചേച്ചി, അതാ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് ഉത്തരേന്ത്യയിൽ മുഴുവൻ അവരുടെ ആരാധനകൾ തല്ലി തകർക്കുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ അനുവദിക്കുന്നില്ല, കരോൾ പരിപാടികൾ അവർ ബഹിഷ്കരിക്കുന്നു, ഉപദ്രവിക്കുന്നു, തമ്മിൽ തല്ലിക്കുന്നു. മണിപ്പൂരിൽ നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അത് ചെയ്യുന്നത് ഹിന്ദുത്വ സംഘടനകളാണ്. അതായത് പ്രധാനപ്പെട്ട ബജ്രംഗ് ദൾ സംഘടന RSSന്റെ കീഴിലുള്ള ഒരു സംഘടന തന്നെയാണ്. സംഘടനകളാണല്ലോ ജയിപ്പിക്കുന്നത്. അല്ലാതെ അവരാരും പോയി തല്ലിപ്പൊളിച്ചിട്ടേച്ച് അത് പറഞ്ഞ തെളിവ് വല്ലതും ഉണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? മറ്റേ ഭരണാധികാരികൾ ആരെങ്കിലും പോയി അടിച്ചേച്ച് പാടാന്ന് പറഞ്ഞ തെളിവൊന്നും ഇല്ലല്ലോ. അല്ല, സ്വാഭാവികമായി അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ പ്രശ്നം. ഇവിടെ നേതാക്കന്മാരല്ല പ്രശ്നം, ഇവരുടെ പേരും പറഞ്ഞ് പ്രവർത്തിക്കുന്ന അണികളും സംഘടനകളുമാണ് പ്രശ്നം. ഇവരുടെ പേരും പ്രവൃത്തിയും പറഞ്ഞ് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ആശയം ആരുടെ ആശയമാണ്? RSSന്റെ ആശയമാണ്. ഇതാണ് ഞങ്ങളുടെ ഐഡിയോളജി, എല്ലാരെയും തകർത്തോളാൻ പറഞ്ഞു. അങ്ങനെയൊന്നും ഒരു നേതാവും പറയുന്നത് ഞാൻ വിശ്വസിക്കും. അങ്ങനെ പറഞ്ഞ സംഘടനയാണല്ലോ ഈ ബാബരി മസ്ജിദ് തകർത്ത്. നമുക്കറിയാം, ബാബരി മസ്ജിദ് തകർക്കുന്നതിന് മുമ്പ് LK അദ്വാനി കൃത്യമായിട്ട് ആഹ്വാനം നടത്തിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ബാബരി മസ്ജിദിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അമ്പലം ഉണ്ടെന്നുള്ളത് പറഞ്ഞില്ലേ? ബാബരി മസ്ജിദിന്റെ അടിയിൽ അമ്പലം ഉണ്ടെന്നുള്ളത് കോടതി പറഞ്ഞോ? അവിടെ ശ്രീരാമക്ഷേത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്, അവിടെയാണ് പള്ളി പൊക്കിയത്, പിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ വായിച്ചില്ലേ? പക്ഷേ അതിന് എന്താ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന ഞാനും പറഞ്ഞുകൊണ്ട് വരുന്നത് അതാ, ഇതിന്റെ ആധികാരികമായ വ്യക്തത നമുക്കില്ല. അല്ല, ബാബരി മസ്ജിദ് അതുകൊണ്ട് ഒരു പാർട്ടി മൊത്തം അങ്ങ് മോശം. അല്ല, പക്ഷെ ബാബരി മസ്ജിദിന്റെ താഴെ ശിലാസ്ഥാപനം ക്ഷേത്രം ഉണ്ടായിരുന്നു പറഞ്ഞു എന്നുള്ളതല്ല, അതിനൊരു തെളിവുണ്ടോ? അതാ കുഞ്ഞെ ഞാനും ചോദിച്ചേ. ഇപ്പോ തെളിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തെളിവില്ല തോന്നുന്നത് അന്വേഷിക്കും. ഈ ആരുടെ സംഘടനകളുടെ തോന്നൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു പാർട്ടിയെ മൊത്തം അങ്ങ് അടച്ചാക്ഷേപിക്കും. ഞാൻ ചരിത്രം പഠിച്ചനുസരിച്ച് എനിക്ക് തോന്നുന്നത് അതിനൊരു വലിയ പഠനം നടത്തിയപ്പോൾ ആ പഠനത്തിൽ അങ്ങനെ ഒരു തെളിവും കിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ തന്നെ നമ്മളിപ്പോ ആദ്യം പറഞ്ഞ ശ്രീലേഖ മാഡത്തിന്റെ കാര്യം എത്ര പ്രാവശ്യം മാഡത്തിന് ഇപ്പൊ തിരുത്തേണ്ടി വന്നു? ഞാൻ അത് ജീവിതയുടെ കൂടെയാണ്. പറയേണ്ടി വന്നു. അതെന്താ?
ആദ്യം ആരോ എന്തൊക്കെയോ പറയുന്ന കേട്ടോണ്ട് ഏതാണ്ടൊക്കെ എടുത്തു പിടിച്ചങ്ങ് കാണിച്ചു. ഒരു ഉയർന്ന റാങ്കിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലേ? ആരിപ്പം ഞാൻ ജയിലിൽ കിടന്നാലും വേറൊരു വലിയ മഹാൻ കിടന്നാലും അതൊരു അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയല്ല അവർക്ക് കിടക്കാൻ മെത്തയുണ്ടോ കഴിക്കാൻ ആഹാരം ഉണ്ടോ നോക്കുക. അതൊക്കെ ജയിലർ നോക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ഒരു കസിൻ ബ്രദർ ജയിലറായിട്ടിരുന്ന ആളാണ്, മാഡം പേര് പറയാൻ അറിയും. അപ്പോൾ അത് മാഡം മനഃപൂർവ്വം ആരും ദ്രോഹിക്കാൻ പറഞ്ഞില്ല, മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അത് എന്തുമാത്രം ഇഷ്യൂ ഉണ്ടാക്കി ഇവിടെ. ആ ഒരൊറ്റ ഒരു വ്യക്തിയുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് മാഡത്തിന് അയ്യോ ഇവരാണോ നാട് നോക്കിയ പോലീസുകാരി എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങി. അപ്പം ഇത് ഓരോ സംഘടനകളോ ഓരോ വ്യക്തികളോ ഒരു പ്രസ്താവന ഇറക്കുമ്പം അതിനെ ഏറ്റുപിടിച്ചിട്ട് ഇവൻ അങ്ങനെ അവൻ ഇങ്ങനെ മറ്റവരിങ്ങനെ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എന്തുമാത്രം ബഹുമാനിക്കുന്ന ഒരു ബിഷപ്പ് എന്നറിയാം, ആലഞ്ചേരി. ആ അച്ഛനെ എന്തൊക്കെ പറഞ്ഞു, മൊത്തം കട്ടോട്ട് പോയെന്നോ പിടിച്ചോട്ട് പോയെന്നോ. ഇതൊക്കെ പറയുന്നതൊക്കെ തന്നെ അതാത് സംഘടനകൾക്കുള്ളിൽ പറഞ്ഞ് സോൾവ് ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. നാട്ടിൽ പറഞ്ഞ് ആ മതത്തിലുള്ള മറ്റച്ഛന്മാരെല്ലാം കൂടി ഇദ്ദേഹത്തിനെ പറയുക, ഇത് കേട്ടോണ്ട് കുറേ വലിയ വലിയ ക്രിസ്ത്യാനികൾ കുറ്റം പറയും. അത് നമുക്കൊരു വിഷമം. എന്തിനാ ഇവർ തമ്മിൽ കിടന്നടിക്കുന്നത്? ഇത് വേറൊരാൾ പറയട്ടെ എന്ന് പറയുന്ന പോലെ എന്ന് പറയുന്നത് അതുകൊണ്ട് സത്യമാണ് ആ പറഞ്ഞത്. ഇപ്പം തന്നെ UP-യിൽ ചിലരിന്ന് പറയുന്ന കേട്ടാൽ നമുക്ക് തന്നെ സങ്കടം. ഇവർക്ക് ഇത് ആര് പറഞ്ഞു കൊടുത്ത് വിട്ടിത്തരങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണ്. പക്ഷേ അതേപോലെ മുസ്ലിങ്ങൾ നല്ലത് പറയുന്നവരുമുണ്ട്. ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഇവരെ കൊണ്ടാണ്, ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്ന എത്രയോ വീഡിയോ നമ്മൾ ഉണ്ട്. അത് നമ്മൾ ഇന്ത്യ ഒന്നടങ്കം നമ്മൾ നോക്കിയാലും ഇപ്പോൾ 359 സീറ്റ് കിട്ടിയ 2019 ഇലക്ഷനിലും 36% വോട്ടേ NDAക്കുള്ളൂ. ബാക്കി ഭിന്നിച്ച് കിടക്കുന്ന 66% പേരും ഇന്നും മതേതരത്വ ചേരിയിൽ ഉറച്ചിരിക്കുന്നവരാ, വർഗീയ ചേരിയിൽ ഉറച്ചിരിക്കുന്നവരല്ല. ഇന്നും ഇന്ത്യ അങ്ങനെയാണ്. ഇന്ത്യ എന്നും ഏറ്റവും സമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്ന ഏതാ രണ്ടാമത് വന്നപ്പോ അത് 2019 14 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി, 19 കിട്ടി. ഈ തവണ മാത്രം കിട്ടാത്തുള്ളൂ. ഞാൻ 19 ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്. 359 കണ്ടായിരുന്നു NDAയുടെ ആകെ. അന്നും 66% വോട്ടേ ഉള്ളൂ. അതായത് ഒരു 30-35 കോടി ജനങ്ങളെ ശതമാനം കണക്ക് എനിക്ക് അറിഞ്ഞൂടെ. ഇത് ഞാൻ പഠിച്ച ഈ ന്യൂസിലൊക്കെ അറിവേ എനിക്കുള്ളൂ. ഇത്ര ശതമാനം. അല്ല, ഞാനൊരു മാധ്യമത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയാണ് അങ്ങനെയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇന്നും ഇന്ത്യയിൽ മതനിരപേക്ഷ മുന്നണിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇന്ത്യയിൽ ഇന്നും ഭൂരിപക്ഷവും. എന്നിട്ട് പിന്നെ അത് ഏത് മുന്നണിയാ? അത് പറ. ഏതാ? അത് ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് മതനിരപേക്ഷത ഉണ്ടെന്നോ? ഇന്ത്യ മുന്നണി മമതാ ബാനർജി ഒക്കെ ഉള്ളതോ? എന്താണ് മതനിരപേക്ഷത ഇല്ലേ? എനിക്ക് അഭിപ്രായമില്ലേ. എന്തുകൊണ്ടാണ് മമതാ ബാനർജി മതനിരപേക്ഷ നിലപാടുള്ള ഒരു വ്യക്തിയല്ല. ഇന്ത്യ മുന്നണിയിൽ ആരാണ് ചേച്ചിക്ക് മതനിരപേക്ഷത ഇല്ല എന്ന് തോന്നിയ വ്യക്തിത്വം? ഒരാളുടെ പേര് പറഞ്ഞാൽ. പിന്നെ എന്റെ പറയിപ്പിക്കണ്ട. അതായത് എല്ലാവർക്കും അറിയാം ആർക്കൊക്കെയാണ് സ്വന്തം കാര്യം ഉള്ളതെന്നുള്ളതാണ്. എല്ലാവർക്കും ഉണ്ട് അറ്റത്തെ മതനിരപേക്ഷത കൊണ്ട് നടക്കുന്നവരാണ്. എനിക്ക് അഭിപ്രായമില്ല. ഇല്ല, അതിന് മതനിരപേക്ഷത ഉള്ളവരുണ്ട്. ഞാൻ പറഞ്ഞുതരാം, കൂടിപ്പോയാൽ ഒരു 3 പേര് കാണും. ആ 3 പേരെ പേര് പറയാം? ഇല്ല, പറയത്തില്ല. അല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ളതല്ല, മൊത്തത്തിൽ മതേതര ചേരി ഇന്നും ഇന്ത്യയിൽ ശക്തം തന്നെയാണ്. അതിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നത് നല്ല കാര്യം. അവര് വരാം. എന്നാ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഭൂരിപക്ഷം കൊടുക്കാത്തത്? അല്ല, അത് സമയമെടുക്കും. ഇതൊന്നും കറങ്ങി തിരിഞ്ഞു വരാൻ കാരണം ഇതാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ജനത്തിന് ബോധ്യമാകണം അവര് മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്നവരാണ്. പ്രശ്നം എന്താ? മനുഷ്യന്റെ ഉള്ളിൽ മതം എന്നൊരു ചിന്താഗതി 8 വർഷം കൊണ്ട് മതം അങ്ങ് പറഞ്ഞ് സ്ഥാപിച്ചെടുത്തത് അല്ലേ? അങ്ങനെയല്ലേ? 8 വർഷത്തിന് മുമ്പ് ആരാ ഇവിടെ ഭരിച്ചത്? 50 വർഷം കോൺഗ്രസ് ആണ് ഭരിച്ചത്. അത് വരെ കൊണ്ടുവരാൻ സാധിക്കാത്ത മതം അല്ല, അവര് പറഞ്ഞിട്ടില്ല. അവര് മതം എന്നല്ല പറഞ്ഞു, വികസനം അതാണ് വ്യത്യാസം. കോൺഗ്രസിനോ അതൊന്നും പറഞ്ഞത് വികസനമൊക്കെ ഒരു പരിധിവരെയൊക്കെ കൊണ്ടുപോയി ഇന്ദിരാഗാന്ധി ഉള്ള കാലത്തൊക്കെ നടന്നിട്ടുണ്ടില്ലെന്നല്ല. മാത്രം ലക്ഷ്യം എന്ന് പറയുന്നത്. ചേച്ചി അങ്ങനെ ഒരിക്കലും പറഞ്ഞു വെക്കില്ല. 1947 ചവച്ചു തുപ്പിയ പറയട്ടെ ഞങ്ങൾ ആരും പറഞ്ഞില്ല. പക്ഷെ അവരത് മാത്രമേ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് അവര് വേറെ ഒന്നും എല്ലാം തികഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ബ്രിട്ടീഷുകാർ ചവച്ചു തുപ്പിയ ഇന്ന് കാണുന്ന ഇന്ത്യ ആക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് അംഗീകരിക്കാൻ പറ്റിയല്ല. അത് ഞാൻ പറഞ്ഞേക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധി വരെയുള്ള നേതാക്കന്മാരോട് എനിക്ക് ബഹുമാനം. പിന്നെ അങ്ങോട്ട് കോൺഗ്രസിന്റെ ഭരണം അങ്ങനെ ഇങ്ങനെ ഐക്യം ചേർന്ന് ഭരിക്കുന്നു. അങ്ങനെയൊക്കെ വന്നാലേ പ്രശ്നങ്ങളാണ്. കഴിയുന്നതും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അതാണ് സുഖം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കിത് അല്ലെ, അപ്പൊ നമുക്ക് ആത്യന്തികമായിട്ട് ഇത്രയും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൂ.
തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ആരാണല്ലോ അവരെ എതിർക്കുക അല്ല അത് തീർച്ചയായിട്ടും. എനിക്ക് ഒരു കാലത്ത് ഞാൻ ഈ മതവും ജാതിയും രാഷ്ട്രീയവും ഇത് കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനത് എല്ലാ നേതാക്കന്മാരോടും പറയാറുണ്ട്, സകലമാന പേരോടും. അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് വെച്ച് ഞാൻ പറയത്തില്ലല്ലോ. അവനവന്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പറ്റി പറഞ്ഞ് അവരിലൂടെ പറയുന്ന വർത്തമാനങ്ങൾ പാർട്ടിക്ക് ദോഷമായിട്ടേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. മിണ്ടാതിരുന്നാലുണ്ടല്ലോ ഇവിടെ വളരേണ്ട പാർട്ടിയൊക്കെ പണ്ടേ വളർന്നേനെ. ഇത് ചുമ്മാ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു, അവർ 8 പേര് കൂടെ 8 വഴി കൂടെ പോതെ ഭയങ്കര അടിയ. കുഴപ്പം അത് തിരുത്താൻ ശ്രമിക്കുക സ്വന്തം അണികളെ. വർഗീയത പറയാതിരിക്കുക, മനുഷ്യനെ മനുഷ്യനായി കാണുക, മതത്തെ മുന്നിൽ കാണാതെ മതവും ജാതിയും ഒരു തട്ടിലിടരുത്. രാഷ്ട്രീയം വേറെ മതം വേറെ. അത്രേ ഉള്ളൂ. ആ രീതിയിൽ ഒരു മുന്നോട്ട് പോകുന്ന ഒരു കേരളത്തിന് വേണ്ടി നമുക്ക് എല്ലാം പ്രാർത്ഥിക്കാല്ലേ ചേച്ചി? തീർച്ചയായിട്ടും. അപ്പൊ പക്ഷേ തീർന്നിട്ടില്ല. ഞാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളൊക്കെ കൊച്ചു പിള്ളേർ. ഒന്നുമില്ല ചേച്ചിക്ക്, ഞാൻ 100 വയസ്സാണ് ആയുസ്. എനിക്ക് ഇനി ഒരു 3-4 ഇന്റർവ്യൂ ചേച്ചിയോട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഇനി നമ്മുടെ ഒരു യെസ് ഓർ നോ എന്താ ഒരു സെഗ്മെന്റ് ആണ്. യെസ് ഓർ നോ എന്തെങ്കിലും പറയുള്ളൂ ഞാൻ, എനിക്കറിയാം. അതെ. അപ്പോ ഫസ്റ്റ് ചോദ്യം, രാജുവേട്ടനേക്കാൾ മികച്ച നടൻ ഇന്ദ്രേട്ടനാണ്. യെസ് ഓർ നോ? നിലപാട് പറഞ്ഞു. അതെന്നോട് വേറെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്റെ സത്യാവസ്ഥ. യെസ് ഓർ നോ ആദ്യം പറഞ്ഞിട്ട്. യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മികച്ച നടൻ ഇന്ദ്രേട്ടനാണെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും 2 തരം. അതുകൊണ്ടാണ് ഇവര് ഒരേപോലത്തെ വേഷം ചെയ്യണേ ഞാൻ പെട്ടെന്ന് പറയും ഉത്തരം. ഇത് രാജു ചെയ്ത തരം വേഷം മാത്രമല്ല ഇന്ദ്രൻ ചെയ്യുന്നത്. ഇന്ദ്രൻ വന്നതേ വില്ലനായിട്ട്, അറിയാമല്ലോ. ഊമപ്പള്ളിയാടാത്ത പയ്യൻ, മീശമാധവൻ, അങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങനെ പോയി അവനെ ഏത് വിഭാഗത്തിൽ സ്റ്റാമ്പ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറിയത് ഈ അടുത്ത കാലത്താണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ ഈ ധീരം കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് വിളിച്ചു, അയ്യോ അസലായിരിക്കും കേട്ടോ ഇന്ദ്രൻ, നന്നായിട്ടുണ്ട്. ഞാൻ ഖത്തറിൽ പോയാൽ എനിക്ക് അവിടെ എല്ലാവർക്കും ഇന്ദ്രനെ വലിയ കാര്യമാണ്. പിന്നെ ഇന്ദ്രൻ കുറച്ച് എന്റെ കൂട്ടാ, കുറച്ച് സംസാരം കൂടുതലാണല്ലോ. ഇന്ദ്രേട്ടന്റെ എങ്ങനെയാ നിലപാട് ഈ BJP? അല്ല, ഇന്ദ്രനൊക്കെ വർഗീയതയ്ക്കെതിരാണ്. എപ്പോഴും പറയാം, അമ്മേ അതെന്തിനാ അമ്മേ, നമുക്ക് അതൊന്നും വേണ്ട. നമ്മളൊക്കെ വളർന്നപ്പോൾ അമ്മയൊക്കെ അങ്ങനെയല്ലല്ലോ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്, എല്ലാവരെയും ഒരുപോലെ കാണണം തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നതിനോടാണ് അവർക്കൊക്കെ അത് അവരും പറയുന്നത്. അതൊക്കെ ഏത് ഭരണം വന്നാലും അവർക്കൊക്കെ സാധിക്കും. പിന്നെ ഒരു പരിധി വരെ ഇത് പറഞ്ഞ് ഇല്ലാതാക്കുന്നത് ഈ കൂടെ നടക്കുന്ന ആളുകളാണ്. സത്യം. ഇപ്പം തിരുത്തേണ്ടി വരുന്നില്ല. ഇപ്പം അച്ഛന്മാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് തിരുത്താനായിട്ട് അവിടെ സംസ്ഥാന നേതാക്കന്മാർക്ക് പോകേണ്ടി വരുന്നു, അല്ലേ? ഗതികേടല്ലേ അവരുടെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇത്രയും നമുക്കറിയാവുന്ന നമ്മുടെ നടൻ സുരേഷ് ഗോപി ഏതോ ഒരു പള്ളിയിൽ പോയി കിരീടം വെച്ചു. അതിനിപ്പൊ എന്തൊക്കെ പറയുന്നത്? ചുമ്മാ അയ്യോ അത് ഏതോ നേർച്ചയായത്. ഇപ്പൊ ഞാൻ തന്നെ ചിലപ്പോ വേളാങ്കണ്ണി അമ്മയ്ക്ക് ഒരു നേർച്ച, ഞാൻ വേളാങ്കണ്ണി അമ്മയുടെ ഭക്തിയാണ്. അപ്പോൾ ഞാനൊരു നേർച്ച നേർന്നു, ഞാനിവിടെ പോയി വേളാങ്കണ്ണി അമ്മയ്ക്ക് വഴിപാട് നടത്തിയേച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം എന്താ ഈ നമ്മുടെ സുരേഷ് ഏട്ടന്റെ കാര്യം പറഞ്ഞിട്ട് ചോദിക്കുന്ന സുരേഷ് ഏട്ടൻ എങ്ങനെയാണ്? അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സുരേഷ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നുണ്ട് വർത്താനം പറയുമ്പോൾ. അത് എന്തിനാണ്? രാഷ്ട്രീയക്കാർ ഇതൊക്കെ സർവ്വസാധാരണമാണ് രാഷ്ട്രീയത്തിൽ ഈ ചീത്തവിളി കേൾക്കുന്നതൊക്കെ. സുരേഷ് വളരെ ഇമോഷണലായിട്ട് അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് ഒരു കാരണവശാലും അത് സുരേഷിനെ അംഗീകരിക്കുന്നവരെ അംഗീകരിക്കും. അവിടെ സുരേഷ് ഇടയ്ക്ക് അമ്മയെന്ന് ഇറങ്ങിപ്പോയതല്ലേ, ഇനി മേലാൽ ഞാൻ ഇങ്ങോട്ട് കയറത്തില്ലെന്ന് ആ മനുഷ്യനെ ഏതാണ്ട് പൈസ കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നിപ്പോ അദ്ദേഹം അതൊക്കെ അങ്ങ് വിട്ടു. ഇപ്പൊ അവിടെ ചെന്ന് കാര്യങ്ങൾ പറയുകയും വിശ്രമിക്കുകയും അത്രേ ഉള്ളൂ. സുരേഷ് ഇപ്പൊ കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാ സത്യം ഞാൻ അധികം തുറന്നു പറയാം. സുരേഷ് ഒരു സാധാരണ നടനായിട്ടാണ് ഇവിടെ കിടന്നെങ്കിൽ തിരിച്ചു വരുന്നതിന് എടുക്കണോ വേണ്ടേ എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് അവിടെ നടത്തേനെ. മിണ്ടാൻ വയ്യ, അതാണ് ദൈവം. അപ്പൊ കേന്ദ്രമന്ത്രിയാ വേണോ വേണ്ട എന്ന് ആലോചിക്കുവോ? പ്രൊഡ്യൂസർ അസോസിയേഷനോ ആർട്ടിസ്റ്റ് അസോസിയേഷനോ? ഞാനത് സുരേഷിനെ അല്ല കുറ്റം പറഞ്ഞത്. സംഘടനയിൽ അങ്ങനെ ഒരു ചർച്ച വന്നതിനെ ഒരു സാധാരണക്കാരനാണെങ്കിൽ വേറെ ഇപ്പോൾ ഈ പറഞ്ഞാൽ വേണോ വേണ്ടേ? ഇപ്പൊ അദ്ദേഹം നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറത്ത് പോയപ്പോഴത്തേക്ക് ഒരു ചർച്ചയുടെ ആവശ്യമില്ല. സുരേഷിന്റെ കൂടെ നിന്നാൽ നമുക്കാണ് ഉപകാരം. സ്പോൺസർഷിപ്പ് എന്നോ മറ്റേന്നോ മറിച്ചതെന്നോ വല്ല പെർമിഷനുകളോ ഒക്കെ വാങ്ങിച്ചു. സത്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുരേഷിനെ വിളിക്കും, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആരും ഒന്നും. സുരേഷ് ചേട്ടന് നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ്, പക്ഷേ സുരേഷ് ചേട്ടനും സന്ധി ചെയ്തിരിക്കുന്ന വർഗീയതയോടാണെന്നുള്ളൊരു വിയോജിപ്പ് എനിക്ക്. അത്രേ ഉള്ളൂ.
ചേടാ എന്ത് അല്ല, വർഗീയതയുടെ സന്ദേശത്തോട് നമുക്ക് നോ കോംപ്രമൈസ്. അത് ഈ കൊച്ചു പിള്ളേരൊക്കെ എല്ലാം ഇങ്ങനെയാണെന്ന് തോന്നുന്നു, അല്ലേ? വർഗീയത പാടില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ ഈ ജീവിക്കുന്നവരാ. സുദർശൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണോ? എനിക്കറിയില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ല, അത് സത്യം. അതല്ല, ഞാൻ അതിനകത്തെ കുറച്ച് പ്രമുഖരോട് ചോദിച്ചിട്ടുണ്ട് ഈ പിള്ളേരെ. അതിനെ കുറിച്ചൊന്നും ഞങ്ങളുടെ ചോദിക്കല്ലേ എന്ന് പറയും. അല്ല, അത് ചില ഒരു ചോരത്തിളപ്പുള്ള പിള്ളേര് എന്തെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് അവര് അല്ല, ഞാനൊക്കെ അത്രയും ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ കിടക്കുന്ന ആളാണ്. ഞങ്ങൾ ക്രിസ്ത്യൻസ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം വളരെ സൗഹാർദ്ദത്തോടെ നടക്കില്ല. അതേ ഉള്ളൂ. അതിന് വിത്തുപാകാൻ അനുവദിക്കുക. അതല്ല ഞങ്ങളുടെ ഈ പാർട്ടിന്ന് കാണിക്കാനുള്ള ഒരു ബാധ്യത അല്ല. ഐ ഹോപ്പ് രാജീവ് ചന്ദ്രശേഖർജി ഒരു പരിധി വരെ ആ ഒരു ധാരണ മാറ്റിയെടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പരിചയമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ന്യൂസിലൊക്കെ ശ്രദ്ധിച്ച് കാണുമ്പോൾ ഒരു എടുത്തു ചാടി വല്ലതും പറയാതെ ബിജെപിയും ആത്യന്തികമായിട്ട് ഈ മുസ്ലിം വിരുദ്ധത മാത്രം പറയാതെ അവരും കുറച്ച് എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു സമീപനത്തിലേക്ക് വന്ന് എല്ലാവരും അംഗീകരിക്കും. അതുപോലെ മറ്റവർ അവരോടും പറഞ്ഞു കൊടുക്കണം, മുസ്ലിങ്ങളോടും പറയണം, ചുമ്മാ വെറുതെ അതും വേണ്ട. അല്ലാതെ ഞാൻ അരിപ്പാട്ടുകാരിയാ. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ ഒരു സങ്കടം. ഞങ്ങളൊക്കെ അത് കേട്ടാ, തൊട്ടപ്പുറത്ത് വാങ്ങി വിളിയുടെ എന്റെ വീട് ഹരിപ്പാടാ, വലിയ വെച്ചത്. അത് വിളിച്ച ഞങ്ങൾ ഇപ്പുറത്ത് ശബരിമല സമയത്ത് ഭജന ഇട്ടപ്പോ ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞു. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞത് അവരും വിചാരിക്കണം, ഒരു സീസണാണ്, വൃശ്ചികം 1 തൊട്ട് മകരം 1 വരെ. അവര് അയ്യപ്പന്മാര് പോകുമ്പോ ഭജനയോ എന്തെങ്കിലും വെച്ചോണ്ട് പോട്ടെ, നമ്മളും ഇതുപോലെ വൈകുന്നേരം. അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു വിശാല മനസ്ഥിതി എല്ലാ ജാതിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹകരിക്കും. കേരളത്തിൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. ഞങ്ങൾ വന്നത് എരുമേലി കൂടെയാ. എരുമേലിൽ ആ ഭക്തർ മുഴുവൻ വാവരസ്വാമിയുടെ പള്ളിയിലൂടെയാണ് കയറി. അതാണ് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കാത്തത്. വാവരെ കണ്ടിട്ട് കയറിയാൽ മതി അദ്ദേഹം. എന്നിട്ടും വാവരനെ മുസ്ലിം എന്ന രീതിയിൽ ചാപ്പ കുത്താൻ BJP ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ മുസ്ലിമാണ്, പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് കേറണ്ട എന്ന് പറഞ്ഞ വ്യക്തിത്വങ്ങളുണ്ട്. പറഞ്ഞല്ലോ ഈ അടുത്ത് ഒരു നേതാവ് എന്തിനാണ് അവിടെ പോകുന്നത്, എന്തൊക്കെ വളരെ മോശം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്. ബാബരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഹിന്ദു സ്വാമികൾ തന്നെ മുന്നോട്ടെത്തി. ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് ബാബരസ്വാമിയെ തൊഴുതിട്ടേ പോവാവുള്ളൂ. പക്ഷെ അതിനെതിരെ അതാ പറഞ്ഞ എല്ലാത്തിനും ഒരു വെർഡിക്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിനെ നമ്മൾ എതിർക്കുന്നു. അത്രേ ഉള്ളൂ. ഉണ്ടാക്കുന്ന അവിടെ പോയിട്ട് എല്ലാരും പോളൂ. പിന്നെ പക്ഷെ അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്, ആരാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഇരിക്കുന്നത് പോകാതെ നമ്മുടെ മതമൈത്രി. ആ മതമൈത്രി ഊട്ടി ഉറക്കണം ഇനിയും. അതാണ് നമ്മുടെ ആഗ്രഹം. സത്യം. മലയാള സിനിമയിൽ വെട്ടിയൊതുക്കലുകൾ നടക്കുന്നുണ്ട്. യെസ് ഓർ നോ? യെസ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് വിഷയത്തിൽ ദിലീപിന്റെ ഭാഗത്തും തെറ്റുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു. അതായത് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ചെയ്തവരെ കണ്ടുപിടിക്കണം. അത് ഏറ്റവും മുൻപിൽ ദിലീപ് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. BJPയുടെ വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ വിജയിക്കുന്നുണ്ട്. വർഗീയ രാഷ്ട്രീയം യെസ് ഓർ നോ? വിജയിക്കുന്നുണ്ടെന്നോ? വിജയിക്കുന്നുണ്ട്. അത് യെസ് ആണോ നോ ആണോ? അല്ല, നോ. അങ്ങനെയൊന്നും വിജയിക്കത്തില്ല. അങ്ങനെയൊന്നും ഇത് കേരള ചുമ്മാ നടക്കത്തില്ല. കേരളമാണ്. ഇവിടെ അത് മറിച്ച് പറഞ്ഞു കൊടുക്കാൻ നല്ല BJP ബുദ്ധിജീവികളുണ്ട്. ഇങ്ങനെ മാത്രം വർഗീയത കൊണ്ട് മാത്രം നമ്മൾ ജയിച്ചിവിടെ ഭരിക്കത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്നവരുണ്ട്. അവർക്കത് മനസ്സിലാവട്ടെ. അവർക്കൊന്നും ബോധോദയം വെക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അധികാരത്തിലിരിക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. യെസ് ഓർ നോ? വിദ്യാഭ്യാസം വേണം. പക്ഷെ അതിലുപരിയായിട്ട് ഒരു ലോക പരിചയവും ഒരു എന്താ പറയാ, ഈ പെരുമാറാനുള്ളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാനുള്ള ഐഡിയാസ് വേണം. അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശേഷിയും വേണം. തീർച്ചയായിട്ടും. വൃദ്ധസദനങ്ങൾ കേരളത്തിൽ പെരുകുകയാണ്. അയ്യോ, ഞാൻ 5 എണ്ണത്തിന് പോയി ഇപ്പം. അതിനെ കുറിച്ച് ചേച്ചിയുടെ ഭാഗത്തു നിന്നൊക്കെ കേട്ടാൽ നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം അത് ചിലതൊക്കെ വളരെ നല്ല രീതിയിൽ, ഞാനിപ്പോ ആലുവയിലൊക്കെ പോയി, അത് മക്കള് തന്നെ അവിടെ വന്ന് ഫ്ലാറ്റോടുകൂടി വാങ്ങിക്കുന്നവരുണ്ട്. അവിടെ താമസിക്കുമ്പോൾ ഡോക്ടർമാരുണ്ട്. അവർ വിദേശത്തായിരിക്കും. അവരെല്ലാ ചെലവും അമ്മയുടെ നോക്കും. ഡോക്ടർക്ക് ഡോക്ടർ, നേഴ്സ്, കൂടെ കിടക്കാൻ ആള് എല്ലാം ഉണ്ട്. അമ്മയ്ക്കും അതാണ് ഇഷ്ടം. കാരണം അവിടെ കുറെ സമപ്രായക്കാർ അമ്മമാർക്കൊക്കെ ഇഷ്ടമാണ് വൈകിട്ടൊരു സിനിമ എല്ലാം കണ്ട്. അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ചില വൃദ്ധസദനത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് പറയുന്നത്, എനിക്കറിയില്ല എൻ്റെ മോൻ എവിടെ അതിപ്പോൾ, എന്നെ ഇവിടെ ആക്കിയിട്ട് പോയത് സൗദിയിലോട്ടാ, പക്ഷെ ഇപ്പം ആരാണ്ട് പറയുന്നത് അവൻ അവിടെ നിന്ന് ദുബായ് വന്നെന്ന് കേൾക്കുന്നു.
അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകർന്നു പോകുന്നത്. അതും ചേച്ചി ആ ഒരു സമപ്രായത്തിലൂടെ കടന്നു പോകുന്ന ആളും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പാവം. എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുത്താലോ, ഒരു പായസം കഴിച്ചാൽ പോലും എൻ്റെ മോൻ ആദ്യം, അതാണ് അമ്മ എന്ന് പറയുന്നത്. നമ്മളൊരു പായസം, ഒരു സദ്യ നടത്തുമ്പോൾ ഒരു പായസം വിളമ്പുമ്പോഴേ എൻ്റെ മോനുണ്ടല്ലോ ചേച്ചി, ഈ പായസം വലിയ ഇഷ്ടമാണ്, എന്ത് സന്തോഷത്തിലാണ് പറഞ്ഞത്. ആ മോനെ കണ്ടിട്ട് 6 വർഷമായി അമ്മ. എന്നിട്ട് പറയണം ആ മോൻ ആ പായസം വലിയ ഇഷ്ടമാണ്. അയ്യോ, അങ്ങനത്തെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം പേരുകൾ പറയാം, പക്ഷെ അതൊന്നും പറഞ്ഞ് എനിക്ക് ആളാവണ്ട, വേണ്ട. ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട്, പലയിടത്തും പോകുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വലിയ കോടികളൊന്നും അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. ചേച്ചിക്കും മിസ് ചെയ്യാറുണ്ടോ നമ്മുടെ മക്കളെ? ഫോട്ടോ നമുക്ക് കാണാം, ഇതാണ്. അല്ലാതെ അവരുടെ ഞാൻ ചുമ്മാ പറയും, ഓ പിറന്നാളിന് ഒരുത്തം താണ്ട കിടക്കുന്നു, അവിടെ കിടക്കുന്നു, വേറൊരുത്തം കിടക്കുന്നു ബാംഗ്ലൂർ, ഇങ്ങനെയൊക്കെ ഞാൻ പറയാമെങ്കിലും അവരുടെ ജോലി എന്താ അതെനിക്ക് നല്ലത്. 5-8 പേര്. ഇപ്പൊ രാജു തന്നെ, രാജമൗലി സാറിന്റെ പടം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഞാൻ അവിടെ പോയി കണ്ടവർ പറഞ്ഞു കേൾക്കുമ്പോഴാണ് നമ്മളതിന്റെ ഒരു ആ മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കുന്നത്. അതൊക്കെ ഇട്ടിട്ട് വേറെന്നൊക്കെ പറഞ്ഞാൽ അയ്യോ എന്തെന്നായി പറഞ്ഞ, എത്ര രൂപയുടെ ചെലവാണതൊക്കെ. എപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ടോ? അതുണ്ട്, വിളിക്കാറുണ്ട്. വിളിച്ചിരുന്നു. ഒറ്റക്കോളി ഫോൺ എടുക്കും. എന്റെ ചേട്ടൻ വന്നിട്ട് ഒറ്റക്കോളി ഫോൺ എടുക്കും. ഞാൻ വിളിച്ചെടുക്കും. പലരുടെയും ധാരണ അങ്ങനൊന്നും അല്ല, പക്ഷെ എനിക്ക് കിട്ടും. ഞാൻ ഈ ഫാൻസ് പിള്ളേർ വിളിക്കും, ഞാൻ വിളിച്ചപ്പോ എടുത്തില്ല, ഷൂട്ടിങ്ങിലായിരിക്കും മോനെ, അതെ എന്നെ വിളിക്കും, അമ്മ രാജ് ചേട്ടൻ ഫോൺ, എന്റെ കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ. അയ്യോ വേണ്ട, പണ്ടൊരിക്കൽ വിളിച്ച ഏതോ ഒരു സ്റ്റുഡിയോ മൈസൂരാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ ഞാൻ വിചാരിച്ചു ഈശ്വര എന്താ ഈ നേരത്തെ വിളിക്കണം ചോദിക്കുന്നു, പക്ഷെ എന്തോ ഭാഗ്യത്തിന് എടുത്തന്ന്. അതുകൊണ്ടാണ്. അല്ല അതല്ല, ഇപ്പൊ വിളിച്ചു നോക്കിയാലോ, അല്ലെ ഒറ്റക്കൊള്ളി എടുക്കോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ഇന്ദ്രനോ? ഇന്ദ്രനെ വിളിച്ചു നോക്കിയാലോ, ഇന്ദ്രൻ എടുക്കുമായിരിക്കും. അയ്യോ, അല്ലെങ്കിൽ മറ്റേ സുരേഷ് എടുത്തിട്ട് പറയാം, അമ്മ ഇപ്പൊ 5 മിനിറ്റ് ചേട്ടൻ തിരിച്ചു വിളിക്കും. അത് പിന്നെയും പറയും, പ്രമോദ് പറയും തിരിച്ചു വിളിക്കുന്നു. നോക്കാം, എടുക്കുമോ നോക്കാം.